നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതി ദിവ്യ ഫ്രാൻസിസിനെ എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനിടെ പ്രതി കുറ്റം സമ്മതിച്ചു. തട്ടിയെടുത്ത പണം 3 പേരും ചേർന്ന് വീതിച്ചെടുത്തു എന്നും പ്രതിയുടെ മൊഴി. ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, എപ്പോഴായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്? സമയത്ത് തന്നെ എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നത് സംബന്ധിച്ച വിശദീകരണം നൽകുകയായിരുന്നു. മാധു, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ പണം തട്ടിപ്പ് നടത്തിയത് ആ സ്ഥാപനത്തിലെ തന്നെ 3 ജീവനക്കാരികളാണ്. ഇവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ഇവർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് 2 പ്രതികൾ നേരത്തെ കീഴടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ മറ്റൊരു പ്രതി ദിവ്യ ഫ്രാൻസിസ് കീഴടങ്ങിയത്. ഇന്ന് ദിവ്യ ഫ്രാൻസിസിനെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ തെളിവെടുപ്പിൽ എങ്ങനെയാണ് ഈ QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തതെന്നും ഏതൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് നടപ്പാക്കിയതെന്നും ഒക്കെ വിശദമായി ഈ പ്രതി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ തട്ടിയെടുത്ത പണം 3 പ്രതികളും കൃത്യമായി വീതിച്ച് എടുക്കുകയായിരുന്നു എന്നും അവർ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിക്കുന്നുണ്ട്. ഈ 3 പ്രതികളും അവിടെ നടന്ന തട്ടിപ്പിന്റെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ രാധാകുമാരി, വിനീത എന്നീ പ്രതികളാണ് കീഴടങ്ങിയത്. അതിനുശേഷം ഈ ഒടുവിലായിരുന്ന ദിവ്യ ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് മുൻപാകെ കീഴടങ്ങുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും പ്രതികളുടെ തെളിവെടുപ്പ്, 3 പേരുടെയും തെളിവെടുപ്പ് ഇതോടെ പൂർത്തിയായിട്ടുണ്ട്. മാധു, ആനന്ദകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.